ഷെക്കീന ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ. മഹത്വത്തിൽ സാന്നിധ്യമായി ഷെക്കീന ടി വിയുടെ പ്രേക്ഷകർ ഉയർപ്പ് ഞായറിൻ്റെ സന്തോഷം, സമാധാനം, പ്രത്യാശ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് ഈ വലിയ ആഴ്ചയിൽ ഉയർപ്പ് ഞായറാഴ്ച എനിക്ക് നൽകുവാനുള്ള സന്ദേശം നമുക്ക് ജെറൂസലമിലേക്ക് പോകാം എന്നതാണ്. യേശു തൻ്റെ ഇഹലോക ജീവിതത്തിൽ തൻ്റെ ദൗത്യ നിർവഹണത്തിന് ഒരുക്കമായി 3 പ്രാവശ്യം വ്യക്തമായി പറഞ്ഞ വാക്കാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ, 17-ാം അധ്യായത്തിൽ, 20-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞതാണ് ശിഷ്യന്മാരോട് നമുക്ക് ജെറൂസലമിലേക്ക് പോകാം. എന്തിനാണ് എന്നും കൃത്യമായി പറഞ്ഞു. അവിടെ വെച്ച് യേശു തനിക്ക് പീഡകൾ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ സമയമായി, ആരോഹണത്തിൻ്റെ സമയമായി, തൻ്റെ ദൗത്യ നിർവഹണ പൂർത്തീകരണ സമയമായി എന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ് താൻ ജെറൂസലമിലേക്ക് പോകാനായിട്ട് ഉറച്ചു എന്ന്. ജെറൂസലമിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് നാം കാണുക? യേശുവിൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം യേശു ജെറൂസലമിലേക്ക് പോയ സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. ശിശുവായിരുന്നപ്പോൾ തന്നെ മറിയവും യൗസേപ്പും യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം ലൂക്കായുടെ സുവിശേഷത്തിൽ വിശദീകരിക്കുന്നുണ്ട്. യേശുവിന് 12-ാമത്തെ വയസ്സായപ്പോൾ പതിവ് അനുസരിച്ച്, അതായത് സാധാരണ എല്ലാ യഹൂദരും എന്ന പോലെ അവർ ജെറൂസലമിലേക്ക് പോയി. അവിടെ ജെറൂസലമിൽ വെച്ച് യേശുവിനെ 12-ാം വയസ്സിൽ കാണാതായ സംഭവം പറയുന്നുണ്ട്. യേശുവിന് 30 വയസ്സായപ്പോൾ തൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും യേശു ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്, ജെറൂസലമിലേക്ക് പോകുന്നുണ്ട്. ജെറൂസലമിലെ ഏറ്റവും പ്രധാനമായ കാര്യം അവിടുത്തെ ദേവാലയമാണ്. ഏകദേശം 2500 അടി ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നായ ദാവീദും സോളമനും കൂടി പണിതുയർത്തിയ, അങ്ങനെയൊക്കെ പലതരത്തിൽ പ്രശസ്തമായ, ഇന്നും പ്രശസ്തമായ നഗരമാണ് ജെറൂസലേം. പല മതങ്ങളുടെയും പ്രധാന കേന്ദ്രം തന്നെ. ഈ ജെറൂസലേമിൽ ദേവാലയത്തിൽ യേശു ചെയ്തത് എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം, യേശു ദേവാലയത്തിൽ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ദേവാലയത്തോടനുബന്ധിച്ച് പലരെയും സുഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലും സമാന്തര സുവിശേഷങ്ങളിൽ അതിൻ്റെ അവസാന ഭാഗത്തുമായി യേശു ജെറൂസലേമിൽ വളരെ സോളമായി തൻ്റെ ഔദ്യോഗിക പ്രവേശനം നടത്തിയപ്പോൾ, അത് ഓശാന ഞായറാഴ്ച നമ്മൾ ആചരിക്കുന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് ജനങ്ങൾ പാടുമ്പോൾ ഔദ്യോഗികമായി പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് യേശു ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ സുഖപ്പെടുത്തുകയൊക്കെ ചെയ്ത യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ജെറൂസലേം ദേവാലയം. അതിനോടടുത്ത് തന്നെ ഈ ദേവാലയത്തിലേക്കും ദേവാലയത്തിനോട് അടുത്ത പ്രദേശങ്ങൾ തന്നെയാണ് യേശു തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണ സ്ഥലമായി സ്വീകരിച്ചത്. തൻ്റെ പീഡാനുസഹനത്തിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം എന്തിനായി യേശു ഈ ഭൂമിയിലേക്ക് വന്നുവോ അതിനെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി യേശു സഹിയോൻ ഊട്ടുശാലയിൽ അവിടെ തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ മുഴുവൻ സംയുക്തമായി ലോകാവസാനം വരെ നിർവഹിക്കേണ്ട ആ കർമ്മം നിർവഹിക്കുന്നുണ്ട്. സഹിയോൻ ശാലയിൽ പെസഹ വേളയിൽ, ഒടുവിലത്തെ അത്താഴ വേളയിൽ യേശു ആദ്യം തന്നെ തൻ്റെ പുതിയ കൽപ്പന, യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. ആ പുതിയ കൽപ്പനയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ന്യൂ ടെസ്റ്റമെന്റ്, തൻ്റെ മരണപത്രം അതാണ്. തൻ്റെ അനുയായികൾക്ക് മുഴുവൻ നൽകാനുള്ള ഈ പുതിയ നിയമം തൻ്റെ വചനം കൊടുക്കുന്നുണ്ട്. ആ പുതിയ നിയമത്തോട് വചനത്തോടൊപ്പം തന്നെ യേശു അവിടെ നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിൽ, അങ്ങ് യേശു ശുശ്രൂഷയുടെ തത്വങ്ങളും പ്രായോഗിക പാഠങ്ങളും നൽകുന്നു. നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശുശ്രൂഷകനാകണം എന്ന് പറഞ്ഞ് ആ ശുശ്രൂഷയുടെ മാനങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ സഹിയോൻ ശാലയിലാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പൗരോഹിത്യം നൽകി യഥാർത്ഥ ശിഷ്യത്വം നൽകുന്നത്, അധികാരം നൽകുന്നത്. അവിടെ വെച്ചാണ് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈ പരിശുദ്ധ കുർബാനയാണ് തൻ്റെ ദൗത്യത്തിൻ്റെ മുഴുവൻ പൂർത്തീകരണമായി
എന്തൊക്കെ യേശു ചെയ്തു, തൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും പരിശുദ്ധാത്മാവ് ആഗമനവും സഭാസ്ഥാപനവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ് തൻ്റെ മെമ്മോറിയൽ, ആ ഓർമ്മയാചരണം നടത്തിയത്, കുർബാന അർപ്പിച്ചത്, തൻ്റെ ബലി അർപ്പിച്ചത്, തൻ്റെ ഉത്ഥാനത്തിൻ്റെ ഓർമ്മ ആചരിച്ചതെല്ലാം ആ സഹീയോൻ ശാലയിൽ തന്നെയാണ് പിന്നീട് നാം ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയുടെ കൂടെ ഒരുമിച്ചായിരിക്കുന്നതും പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അങ്ങനെ സഭ ഔദ്യോഗികമായി, യേശു സ്ഥാപിച്ച സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇതിനേക്കാൾ അപ്പുറത്ത് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ഈ ഈസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ, വലിയ ആഴ്ചയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നത് ജെറൂസലമിൽ അവിടെ കാണുന്ന ആ ഗാഗുൽത്ത മലയിലേക്കാണ്. ജെറൂസലം ചെന്നു കഴിഞ്ഞാൽ എല്ലാ തീർത്ഥാടകരും യൂദയായിൽ ബത്ലഹേമിൽ പോയി യേശു ജനിച്ച സ്ഥലം കാണുന്നു, യേശു പ്രവർത്തിച്ച ഗലീലിലേക്ക് പോകുന്നു. എന്നാൽ പ്രധാനമായും പോകുന്നത് ജെറൂസലം ദേവാലയത്തിനടുത്ത് യേശുവിന് ഗാഗുൽത്തായിൽ യേശുവിന് കുരിശുമരണം നൽകി, അങ്ങനെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശു രക്തസാക്ഷിത്വം വരിച്ച്, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച ആ ഗാഗുൽത്ത കുരിശുമരണത്തിന്റെ സ്ഥലമാണ്. കുരിശ് രക്ഷയുടെ അടയാളമായി മാറിയത്. എന്തുകൊണ്ട് യേശു കുരിശുമരണം സ്വീകരിച്ചെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. യോഹന്നാൻ 3:16 വായിക്കുന്ന പോലെ, തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ, യേശു തന്നെ ശൂന്യനാക്കിയത്, കുരിശുമരണത്തോളം ശൂന്യനാക്കിയത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി, അല്ലെങ്കിൽ മോചനദ്രവ്യമായി തന്നെ ബലി അർപ്പിച്ചപ്പോഴാണ്. ആദിമാതാപിതാക്കന്മാരുടെ പാപം മൂലം മനുഷ്യവർഗത്തിനുണ്ടായ ആ മരണത്തിന്റെ ഫലം, പാപത്തിന്റെ ഫലം, അതിൽ നിന്ന് മോചനം നേടാൻ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്ന പോലെ, ഒരു മനുഷ്യന്റെ മരണം മൂലം എല്ലാ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തത് കാരണമായി. യേശു മരിച്ചത് മരണത്തെ തോൽപ്പിക്കാനാണ്, നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീരാനാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപമില്ലാത്ത കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നത് പോലെ യഹൂദർ പെസഹ വെള്ളിയാഴ്ച പാപപരിഹാരാർത്ഥം കറയില്ലാത്ത കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് എല്ലാവരുടെയും പാപം മോചിക്കുന്ന കർമ്മം ചെയ്തതുപോലെ യേശു തന്നെ പെസഹ കുഞ്ഞാടാക്കി ഇതാ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യേ 3 ആളുകളിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഈ യേശുവിൻ്റെ കുരിശുമരണത്തെ ധ്യാനിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കുരിശുമരണത്തെ മാത്രം നോക്കി കണ്ടാൽ അത് വലിയ പരാജയമാണ്. പക്ഷേ യേശു മുൻകൂട്ടി യോഹന്നാൻ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലും യേശു പറഞ്ഞു, 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, പഴയ നിയമത്തിൽ മരുഭൂമിയിൽ വെച്ച് പിത്തള സർപ്പത്തെ നോക്കിയവരൊക്കെ, മോശ ഉയർത്തിയ മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പത്തെ നോക്കിയവരൊക്കെ രക്ഷപ്പെട്ടതുപോലെ, 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ 32-ാമത്തെ വാക്യത്തിൽ എല്ലാവരെയും ആകർഷിക്കും. ഈ കുരിശിൽ യേശു ഉയർത്തപ്പെട്ടപ്പോൾ ആ കുരിശിനെ നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു. ഇന്ന് മനുഷ്യന്റെ രക്ഷ കിട്ടണമെങ്കിൽ ആ കുരിശിനെ നോക്കണം. പക്ഷേ കുരിശ് അതിനാൽ തന്നെ അന്ത്യമല്ല. പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ വായിക്കുന്ന പോലെ, കുരിശിൽ മരിക്കുന്നവൻ ശബ്ദനാണ്. എന്നാൽ 3-ാം നൂറ്റാണ്ടില് പ്രത്യേകിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഹെലന പുണ്യവതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കുരിശ് കണ്ടെടുത്തപ്പോൾ ആ കുരിശ് പിന്നീട് രക്ഷയുടെ, വിജയത്തിന്റെ അടയാളമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ, പ്രത്യേകിച്ച് സക്രിയ പ്രവാചകന്റെ 12-ാമത്തെ അധ്യായത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. വെളിപാട് പുസ്തകത്തിന് 1-ാമത്തെ അധ്യായത്തിൽ ഇത് കാണാം. ഈ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ക്രൂശിതനായി യേശുവിനെ നോക്കാനാണ് ഞാൻ ക്ഷണിക്കുന്നത്. കൈകളിൽ ആണികളുണ്ട്, കൈകാലുകളിൽ, വിലാവിൽ മുറിവിന്റെ അടയാളമുണ്ട്, ശിരസിൽ മുൾമുടിയുണ്ട്. എന്തിനു വേണ്ടി യേശു മരിച്ചു? മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവ സ്നേഹത്തെ പ്രതി മരിച്ചു. ആ യേശുവിന്റെ വിലാവിൽ പട്ടാളക്കാർ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ജലവും രക്തവും ഒഴുകി. ആ യേശു ജീവജലമാണ്, തൻ്റെ ആത്മാവിനെയാണ് വീണ്ടും ജനിപ്പിക്കുന്ന മാമോദിസയുടെ പരിശുദ്ധാത്മാവിനെയാണ് നൽകുന്നത്. തൻ്റെ രക്തം മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന
ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ രക്തബലി. അങ്ങനെ അപ്പത്തിന്റെ തന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ തന്റെ ഹൃദയം തുറന്നിരിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ പ്രതീകമായ തന്റെ തിരുഹൃദയം മനുഷ്യവർഗത്തിന് വേണ്ടി തുറന്നിരിക്കുകയാണ്. ആ കുരിശു മരണത്തോടു കൂടി വാസ്തവത്തിൽ അവസാനിക്കുന്നില്ല. കുരിശിൽ നിന്ന് യേശുവിൻ്റെ മൃതദേഹം ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തി, നിക്കോദേമസിന്റെ പറഞ്ഞതുപോലെ അവിടെ മറ്റൊരാളുടെ കല്ലറയിൽ യേശുവിനെ അടക്കുകയാണ്. ജെറൂസലേമിലേക്ക് പോകുമ്പോൾ ഈ ഗാഗുൽത്ത മാത്രമല്ല കാണേണ്ടത്, അതിൻ്റെ തൊട്ട് തന്നെയുള്ള കല്ലറയും കാണാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജെറൂസലേമിൽ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ ശൂന്യമായ കല്ലറ. ഫുൾട്ടൻ ജെഷീൻ ഈ ശൂന്യമായ കല്ലറയെ കുറിച്ച് വിളിക്കുന്ന പേര് ദ ഗ്രേറ്റസ്റ്റ് വൂണ്ട് ഓഫ് ദി എർത്ത് എന്നാണ്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ആയിട്ടൊക്കെ ഒരു നോവല്, ഒരു കഥ പടം. ആ കഥയുടെ പേര് ഇതാണ്, ഈ ദ വേൾഡ് ഇൻ ഡാർക്ക്നെസ്, ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്. അതുണ്ടാക്കിയ കഥ ഇങ്ങനെയാണ്. ജെറൂസലമിലെ പ്രത്യേകിച്ചും ഈ ഗാഗുൽത്തയുടെ അടുത്ത് തന്നെ ഇതാ ഭൂഗർഭ ഗവേഷകര് ഒരു കുഴിമാടം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ഏകദേശം 33 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദൻ, ആ കുരിശിൽ മരിച്ച ഒരു യഹൂദന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് ഒരു നോട്ട്, യേശുവിനെ അടക്കി പട്ടാളക്കാർ ആ മൃതദേഹം എടുത്തുകൊണ്ടു പോകുന്ന ഭയപ്പെട്ട് അവർ അവിടെ നിന്ന് ആ കുഴിമാടത്തിൽ നിന്ന് കല്ലറയിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് സ്ഥാപിച്ചു. ഇത് യേശുവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളാണ് എന്നും പറഞ്ഞിട്ടുള്ളതാണ് കഥ. ഇത് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നോവലിസ്റ്റ് പറയുകയാണ്, ലോകം മുഴുവൻ കോരിത്തരിച്ചു, ആകെ പ്രശ്നമായി. ഇതുവരെയുള്ള എല്ലാ വിശ്വാസങ്ങളും എല്ലാ വിശ്വാസ പ്രമാണങ്ങളും തകർന്നു. മിഷണറിമാര് ഏകദേശം 8,000-ഓളം മിഷണറിമാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളവർ തിരിച്ചു വന്നു. ചർവാകന്മാരെ പോലെയുള്ള എപ്പിക്കുര്യന്മാരെയൊക്കെ ഉള്ളവർ എല്ലാവരും പറഞ്ഞു, നീ തിന്നുക, കുടിക്കുക, സൂഹിക്കുക, നീ മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചു, 6 അടി മണ്ണോട് കൂടി തീർന്നു. അതുകൊണ്ട് നീ ഇവിടുത്തെ സുഖം മാത്രം നോക്കിയാൽ മതി, എന്ത് ചെയ്താലും കുഴപ്പമില്ല. അരാജകത്വം വന്നു, പരസ്പരം തല്ലെടുക്കല്, നന്മ ചെയ്യുന്ന പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാരില്ല, സിസ്റ്റർമാരില്ല, അച്ഛന്മാരില്ല. അങ്ങനെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകം മുഴുവൻ അശാന്തിയുടെ അരാജകത്വത്തിൻ്റെതായി. കാരണം അവർക്ക് പ്രതീക്ഷ അറ്റുപോയി. അതുവരെ അവർ ചെയ്തത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിലുള്ള വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഫുൾട്ടൻ ജെഷീൻ പറയുന്നത്, ഇത് ദ ഗ്രേറ്റസ്റ്റ് വൂണ്ട് ഓഫ് ദി എർത്ത്. ഈ ലോകം മുഴുവൻ അരാജകത്വത്തിലായി ഇപ്പോൾ ഈ ഫിക്ഷൻ എഴുതിയ, നോവൽ എഴുതിയ അതേ മനുഷ്യൻ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ഗവേഷകർ തന്നെ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കി. അങ്ങനെ വേറൊരു കല്ലറയൊന്നുമില്ല. ഈ ശൂന്യമായ കല്ലറയിൽ വേറെ മറ്റൊന്നുമില്ല. അവിടെ യേശുവിൻ്റെ ഭൗതിക അവശിഷ്ടത്തിന്റെ ഭാഗമായി അവിടെ ബാക്കിയുണ്ടായിരുന്ന എന്താണ്? 2 സ്ത്രീകൾ, മഗ്ദലന മറിയം മറ്റൊരു സ്ത്രീയും കാണാൻ പോയ കാര്യം സുവിശേഷങ്ങളിൽ, യോഹന്നാൻ സുവിശേഷത്തില്, ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ കാണാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. അവിടെ ദൂതന്മാരിയ്ക്കുന്നത് കണ്ടു. ദർശനമുണ്ടായി. അവർ പറഞ്ഞു, നിങ്ങൾ ആരെ അന്വേഷിക്കും? നിങ്ങൾ നസ്രായി യേശുവിനെയാണ് അന്വേഷിക്കുന്നത്, അറിയാം, അവൻ എവിടെയില്ല. അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു അവരോട് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 20ാമത്തെ അധ്യായത്തിൽ പത്രോസും യോഹന്നാനും മഗ്ദലന മറിയം പറഞ്ഞത് കേട്ടിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. പത്രോസ് അകത്തേക്ക് കയറി, യോഹന്നാൻ മുമ്പേ എത്തിയെങ്കിലും. അവിടെ ചെന്നപ്പോഴും അവിടെ ശൂന്യമായ കല്ലറ തന്നെയാണ് കാണുന്നത്. മഗ്ദലന മറിയം അടുത്ത് തോട്ടക്കാരനെന്ന് വിചാരിച്ച് ചോദിച്ചു, ഞങ്ങളുടെ നാഥനെ, ഗുരുവിനെ എവിടെ അടക്കിയെന്ന്. ഈ ശൂന്യമായ കല്ലറ ഇന്നും പലപ്പോഴും പലയിടത്തൊക്കെ ചില പള്ളികളിലൊക്കെ ഈ ശൂന്യമായ കല്ലറ, ഉത്ഥാനത്തിന്റെ പ്രതീകമായിട്ട് ശൂന്യമായ കല്ലറ ചിലപ്പോഴൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഈ ശൂന്യമായ കല്ലറ നോക്കി പോകാനൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ആ ശൂന്യമായ കല്ലറയില് യോഹന്നാൻ സുവിശേഷം 20ാമത്തെ അധ്യായത്തിൽ പത്രോസ് യോഹന്നാൻ ചെന്ന് നോക്കിയപ്പോൾ, മറ്റുള്ളവർ നോക്കിയപ്പോൾ കണ്ടത് എന്താ? അവിടെ യേശുവിനെ ധരിപ്പിച്ചിരുന്ന കച്ച കാണുന്നുണ്ട്, തൂവാല മറ്റൊരു വശത്ത് കാണുന്നുണ്ട്. ചില പാരമ്പര്യം അനുസരിച്ച് ചിലരൊക്കെ യേശുവിൻ്റെ മുൾമുടിയും ആ ശൂന്യമായ കല്ലറയിലുണ്ട്. ആണികളും, കൈകാലുകളിൽ തറച്ച് ആണികളും വെച്ചിട്ടുണ്ടെന്ന് ചില പാരമ്പര്യം പറയും. ഈ ശൂന്യമായ കല്ലറ വലിയൊരു പ്രതീകമാണ്. ഇന്ന് ആര് മരിച്ചാലും, നേതാക്കന്മാർ മരിച്ച, മറ്റു പല മതസ്ഥാപകരും നേതാക്കന്മാരും അടക്കം
അവരൊക്കെ മരിച്ചോടത്ത് എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ ഇന്ന ആള് മരിച്ചു, അയാളുടെ ഭൗതികാവശിഷ്ടം ഇവിടെ കുടികൊള്ളുന്നു, ഇത് അദ്ദേഹത്തിന്റെ കല്ലറയാണ് എന്നൊക്കെയാണ്. പക്ഷെ ഈ ഒരേ ചരിത്രത്തിൽ ഒരാളുടെ കല്ലറ മാത്രം എഴുതി വെച്ചിരിക്കുകയാണ് ശൂന്യമാണ് എന്ന്. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ഈ ശൂന്യമായ കല്ലറയിൽ നിന്ന് യേശു മുൻകൂട്ടി പ്രവചിച്ചതുപോലെ, ഇതുപോലെ കൃത്യമായിട്ട് തൻ്റെ ജീവിത കാലഘട്ടത്തില് മത്തായി 16, 17, 20 മാത്രമല്ല, ദേവാലയം ശുദ്ധീകരിച്ച വഴിക്ക് യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയത്തെ നശിപ്പിക്കും 3 ദിവസം കൊണ്ട്. പിന്നീട് ശിഷ്യന്മാരോട് വ്യാഖ്യാനിച്ചു കൊടുത്തു, തൻ്റെ ശരീരത്തെ തന്നെ നിങ്ങൾ നശിപ്പിക്കുക, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശു പറഞ്ഞത് അവിടുത്തെ ഉത്ഥാനത്തെ കുറിച്ചാണ്. യേശു മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ പ്രഖ്യാപനമാണ് യേശു മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു എന്നുള്ളത്. യേശുവിന്റെ കല്ലറയ്ക്ക് കാവൽക്കാർ ഭദ്രതയോട് കല്ലുരുട്ടി വെച്ചെങ്കിലും അത് മാറ്റപ്പെട്ടു. യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യമായി വിശുദ്ധ പൗലോസ് പറയുന്നത്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് മനുഷ്യവർഗത്തിന് ഏറ്റവും വലിയ പ്രത്യാശയും സമാധാനവും സന്തോഷവും ജീവിത വിജയവും നൽകുന്നത്. പൗലോസ് തന്നെ വീണ്ടും പറയുന്നുണ്ട് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യത്തിൽ, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. കാരണം എന്താ? ഈ 6 അടി മണ്ണോട് കൂടി, മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചു. യേശുവിൻ്റെ ഈ കുരിശുമരണത്തിന് അപ്പുറത്തുള്ള മരണത്തെ തോൽപ്പിച്ചുള്ള ഉത്ഥാനം യേശു മുൻകൂട്ടി പ്രവചിച്ചത്, അത് നടപ്പിൽ വന്നപ്പോൾ, അഥവാ സത്യമായി യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദിമസഭ പരസ്പരം പറഞ്ഞൊരു ഈസ്റ്റർ ജനത അവർ ആശംസിച്ചിരുന്നത് ഇതാണ്, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആശംസയാണ് ക്രിസ്ത്യാനികൾ പരസ്പരം പറഞ്ഞിരുന്നത്. ഈ വാക്യത്തിൽ ഈ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി പത്രോസിനും യോഹന്നാനും മാത്രമല്ല, 12 ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ, മറ്റു സുവിശേഷങ്ങളൊക്കെ ഈ ശിഷ്യന്മാർക്ക് ഗലീലിൽ കണ്ടു, യെരൂസലേമിൽ കാണപ്പെട്ടു. അത് കഴിഞ്ഞ് എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട കൂടെ നടന്ന കാര്യം ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. യേശു അവരുടെ കൂടെ നടക്കുക. 21-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നതുപോലെ അവരോടൊപ്പം അവർ ഭക്ഷിക്കുകയാണ്. അങ്ങനെ മരണശേഷം യേശു ഉത്ഥാനം ചെയ്ത് അവരോടൊപ്പം വസിക്കുകയും പിന്നെ 40 ദിവസത്തിന് ശേഷം യോഹന്നാൻ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ വാക്യത്തിൽ ബഥാനിയയിൽ ചെന്ന് യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയൊക്കെ കാര്യം സത്യമായും അന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിശ്വാസ സത്യം, ഈ യാഥാർത്ഥ്യം വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ വീണ്ടും പറയുന്നത്, യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഈ വിശ്വാസം, ആദിമസഭയുടെ വിശ്വാസം, തോമസ് ശ്ലീഹ യോഹന്നാൻ സുവിശേഷം 20-28 പറയുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശു മറ്റു ശിഷ്യന്മാർക്കൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞ് അവര് കൈകാലുകൾ കാണിച്ചു. തോമസ് ശ്ലീഹ ആദ്യം വിശ്വസിച്ചില്ല. തോമായോട് പറഞ്ഞു, നീ വരിക, നിന്റെ വിരൽ കൊണ്ടുവരിക, എൻ്റെ ആ വിലാപ്പുറം കാണുക, എന്നിട്ട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം തോമസ് ശ്ലീഹ നൽകിയത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. അങ്ങനെ സത്യമായും ഉയർത്തെഴുന്നേറ്റ് യേശു ഇന്നും നമ്മോട് കൂടെ ജീവിക്കുന്നുണ്ട്. യേശു ഉത്ഥാനം ചെയ്തത് നമുക്ക് നിത്യജീവൻ നൽകാനാണ്. യേശു യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. യേശു മുൻകൂട്ടി തൻ്റെ പീഡാസഹനത്തെ മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ടായി. ദൈവത്തെ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്നിട്ട് യേശു പറഞ്ഞു 14-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും. തോമസിലേക്ക് മനസ്സിലായില്ല. ചോദിച്ചു എവിടേക്കാ പോണേന്ന് അറിയില്ല, പിന്നെയാണ് വഴി. അപ്പോൾ യേശു പറഞ്ഞു യോഹന്നാൻ സുവിശേഷം 14:6, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ പക്കൽ എത്തുന്നില്ല. യേശു പറഞ്ഞു, നമ്മുടെ മനുഷ്യന്റെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ദൈവത്തോടു കൂടി ആയിരിക്കലാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം പിതാവിന്റെ ഭവനത്തിൽ, സ്വർഗത്തിൽ ഞാൻ ആയിരിക്കുന്നിടത്ത് ആയിരിക്കണം. പിതാവിന്റെ പക്കലെത്തണം, സ്വർഗത്തിലെത്തണം. അതിനുള്ള മാർഗം ഞാനാണ് വഴിയും സത്യവും ജീവനും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ മാർഗക്കാർ
പീപ്പിൾ ഓഫ് ദ വേ എന്ന് പറയുന്നത് മാർഗക്കാരാണ്. നമ്മൾ മാർത്താമ ക്രിസ്ത്യാനികൾ പണ്ട് വിളിച്ചിരുന്നത് മാർഗക്കാരെന്നാണ്. ഈ മാർഗം സ്വീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് ഈ ഈസ്റ്ററിൻ്റെ ആഘോഷം നമുക്ക് സാധ്യമാക്കണം. അതിന് നമുക്ക് കുരിശില്ലാതെ കിരീടമില്ല എന്നുള്ള തത്വം യേശു പഠിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 16:24 യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. യോഹന്നാൻ സുവിശേഷത്തിൽ 12:24 യേശു പറഞ്ഞു, കോതമ്പ് മണി അതുപോലെ ഇരുന്നാൽ അത് നശിച്ചു പോകുകയുള്ളൂ, എന്നാൽ ആ മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് പുതു ചെടിയായി വളരുകയും ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. യേശു മനുഷ്യരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കുരിശുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വിജയമുണ്ട്. കുരിശ് കിരീടത്തിലേക്കാണ് നയിക്കുന്നത്. യേശു പറഞ്ഞു യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ആ സമൃദ്ധമായിട്ടുണ്ടാകാൻ നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിൽ വസിക്കണം. യേശു തായ്തണ്ടാണ്. നമ്മൾ ശിരസായി യേശുവിനോട് ചേർന്ന് നിൽക്കണം. യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരണം. യേശുവിനെ പോലെ പലപ്പോഴും ലൂക്കായുടെ സുവിശേഷം 22:42 വായിക്കുന്നത് നമ്മളും പറഞ്ഞു പോകും, പിതാവെ കഴിയുമെങ്കിൽ ഈ കുരിശി വേദന ഇന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. ദൈവഹിതം നിറവേറ്റലാണ്. കുരിശുണ്ടെങ്കിലും ദൈവഹിതം നിറവേറ്റുമ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും മഹത്വത്തിലേക്ക് മാറും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ തിരുനാൾ വിജയത്തിൻ്റെ തിരുനാളാണ്, പുതുജീവന്റെ തിരുനാളാണ്, നിത്യജീവനെക്കുറിച്ച് നമുക്ക് ഉറപ്പ് തരുന്ന തിരുനാളാണ്. അതുകൊണ്ടാണ് യേശു ഉത്തിതനായി യേശു പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ, ഉദാഹരണത്തിന് യോഹന്നാൻ സുവിശേഷം 20-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. അതുകൊണ്ട് ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ സമാധാനമാണ്. ആ സമാധാനത്തോടു കൂടി യേശു നൽകുന്ന പ്രത്യാശയാണ്. 6 അടി മണ്ണോട് കൂടി എല്ലാം തീരുമെങ്കിൽ നമുക്ക് പ്രത്യാശയില്ല. പക്ഷെ ഉത്തിതനായ യേശു നമുക്ക് പ്രത്യാശ നൽകുകയാണ്. ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം അത് ദൈവസ്നേഹത്തിൻ്റെതാണ്. മനുഷ്യ രക്ഷിക്കാൻ വന്ന മരണത്തെ തോൽപ്പിച്ച് നിത്യജീവൻ നൽകുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച്. അത് ഉയർപ്പ് തിരുനാൾ ദൈവകൃപയുടേതാണ്. അതുകൊണ്ട് ഉത്തിതനായ യേശു എല്ലാവർക്കും നൽകുന്നത് ഈ കൃപയാണ്. അതിൽ ഏറ്റവും വലിയ കൃപ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ് യേശു തൻ്റെ ആത്മാവിനെ മനുഷ്യവർഗത്തെ നയിക്കാൻ നൽകിയ ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. കുരിശിലായിരിക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മയെ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാന് കൊടുത്തപോലെ പരിശുദ്ധ അമ്മയെ നമുക്ക് മധ്യസ്ഥയായി തന്നതാണ്. അത് യേശുവിൻ്റെ സ്നേഹമാണ്. യേശു നമുക്ക് നൽകുന്ന പ്രത്യാശയാണ്, സമാധാനമാണ്. അതിനെല്ലാത്തിലും ഉപരി തൻ്റെ കൃപയായി നമുക്ക് നൽകിയ പരിശുദ്ധ ആത്മാവിനെയാണ്. അതുവഴി യേശുവിൻ്റെ കൂട്ടായ്മയിൽ നമ്മെ നിലനിർത്തി തൻ്റെ വചനത്തിലൂടെ തൻ്റെ കൂട്ടായ്മയിലൂടെ രക്ഷയ്ക്കായി യേശു നമുക്ക് സഭ സ്ഥാപിച്ചു, സഭയിൽ കൂതാശകൾ സ്ഥാപിച്ചു. അങ്ങനെ ഈ ഈസ്റ്റർ ഞായർ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവകൃപ സ്വീകരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഈസ്റ്ററിന് ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശ് കിരീടമാകുന്ന വലിയ പ്രത്യാശയെക്കുറിച്ച് ഓർക്കാം. യഥാർത്ഥമായ സമാധാനം മനുഷ്യ ജീവിതത്തിൽ നൽകുന്നത് യേശു മാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വിശ്വാസത്തോടെ തോമാസ് ലീഹായോട് ചേർന്ന് നമ്മുടെ രക്ഷയുടെ മാർഗം, ഒരേ ഒരു മാർഗം യേശുവാണെന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, വിജയമുണ്ട്, പ്രത്യാശയുണ്ട്. അതിനെല്ലാത്തിലുപരി ദൈവകൃപയുണ്ട്. ഈ ദൈവകൃപ, ഉത്തിതനായ യേശുവിൻ്റെ ദൈവകൃപ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആശംസിക്കുന്നു. ഈശോ, ഉത്തിതനായ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കതിന് യേശു തന്ന സമ്മാനമായ ദൈവവചനവും കൂതാശകളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയും അങ്ങനെ സഭയുടെ കൂട്ടായ്മയും നമുക്ക് അനുഗ്രഹമാകട്ടെ. ഏവർക്കും ഉയർപ്പ് ഞായറിൻ്റെ ആശംസകൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.